എന്താ ഈ ദിവസത്തിന്റെ പ്രത്യേകത? ഏത് വേൾഡ്? അപ്പൊ എയ്ഡ്സ് എന്താ? എയ്ഡ്സ് എന്താ? എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഇതാണ്. തുടങ്ങാതെ. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അക്യൂർഡ് ഇമ്മ്യൂണോ ലിപ് മൂവ്മെന്റ് തുടങ്ങി ഇവിടെ. നമുക്ക് HIV AIDS ഒന്നാണോ? HIV AIDS ഒന്നാണോ? അല്ല. അപ്പൊ എന്താ തമ്മിലുള്ള വ്യത്യാസം? എന്താ തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, നമുക്ക് തുടങ്ങാം, സെഷനിലേക്ക് കടക്കാം. സോ ആദ്യം തന്നെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ച കോളേജിലെ എല്ലാ അധ്യാപകർക്കും, പിന്നെ നിങ്ങളെ കാണാൻ പറ്റിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എനിക്ക് ക്ലാസ് എടുക്കുന്നതിൽ കുറച്ച് ഭ്രാന്തില്ല ആളാണ്. അപ്പൊ ഞാന് പരമാവധി സമയം ഇല്ലെങ്കിലും ഞാൻ കണ്ടെത്താം. ഓക്കെ, ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ ഡോക്ടർ മുബഷിർ അലി. ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കാൻ അറിയാം. ഒന്നുകൂടി ഞാൻ ഇന്ററാക്റ്റീവ് ആയിട്ട് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാനൊരു ഐഡിയൽ ആയിട്ട് എടുത്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ നിങ്ങളെ ലെവലിലേക്ക് വന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മൾ എപ്പോഴും പറയും, ഒരു പേഷ്യന്റ് നമ്മളെടുത്ത് വരുമ്പോൾ അവരുടെ ലെവലിലേക്ക് ഇറങ്ങണം എന്നാ പറയാ. അപ്പൊ ഒരു കുട്ടി നമ്മളെടുത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടിയാവണം. അതിന്റെ അർത്ഥം ഞാൻ കുട്ടീനെ കൂടെ അങ്ങനെയൊന്നുമില്ല, ആ ലെവലിലേക്കൊന്നുമില്ല. നമ്മൾ നല്ല രീതിയിൽ കേട്ടോ. എപ്പോഴും നമ്മൾ യങ് ഏജ് ടീച്ചർമാരെ പ്രത്യേകത എന്താ? ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇവരെ പ്രത്യേകത എന്താ? എന്നൊരു വൈബ് ഉണ്ടാവും അവർക്ക്. വേറെ ഒരു പ്രൊഫഷനും കിട്ടാത്തൊരു വൈബ് അവർക്ക് ഉണ്ടാവും. കാരണം എന്താ? നമ്മളൊക്കെ തന്ത വൈബ് പഠിക്കും, പെട്ടെന്ന് തന്ത വൈബ് പഠിക്കും. നമ്മളൊക്കെ ഇവിടുന്നാണ്ട് ഇറങ്ങി നോക്കണ്ടേ, ഇതൊക്കെ തന്തന്റെ തന്തയോ, അതായത് അങ്ങനെ വൈബ് അടിച്ചു പോകും നമ്മള്. പക്ഷെ ഇവൾക്കുണ്ടല്ലോ എന്നും ഈ ചെറിയ പ്രായത്തിലെ കുട്ടികളെ ഈ കരവലപ്പം ഉണ്ടാവുക. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് റീൽസ് ഒന്നുമില്ല. ഇപ്പൊ ഞാൻ എന്റെ കോളേജിലെ സാർമാരൊക്കെ നോക്കുകയാണ്. ഇപ്പൊ മീശമാധവനത്തെ മറ്റേ റീൽസ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇങ്ങനെ വരുന്നത്, ഇതൊക്കെ ഇട്ടിട്ട് ഇപ്പൊ സാർമാരെ മാറി. കാരണം എന്താ? ഈ ജനറേഷൻ അനുസരിച്ചിട്ട് മാറും. ഇവർക്ക് പ്രായമാവില്ല, മമ്മൂട്ടിനെ വരെ തോൽപ്പിക്കുമല്ലേ. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. റങ്കായി ഇന്ന് മതി. സാറ് ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ ഒരു കട്ടൻ ചായയും പരിപ്പൂടെ ഒക്കെ എനിക്ക് ഓഫർ ചെയ്യും. ഓക്കെ. അപ്പൊ ഈ വർഷത്തെ എയിമിന്റെ തീമേ, എയ്ഡ്സിന്റെ തീം എന്ന് പറയുന്നത് ഇതാണ്: ഓവർകമ്മിങ് ഡിസ്റപ്ഷൻ, ട്രാൻസ്ഫോമിങ് ദ എയ്ഡ്സ് റെസ്പോൺസ്. അതായത് എയ്ഡ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ മുന്നേറാം, എയ്ഡ്സിനെ എങ്ങനെ പ്രതിരോധിക്കാം, അതുപോലെ തന്നെ എയ്ഡ്സുമായി എങ്ങനെ ജീവിക്കാം. ആരുമായിട്ടാണ് ജീവിക്കേണ്ടത്? എയ്ഡ്സ് ആയിട്ട് ജീവിക്കണോ? വേണ്ട? അത് ശരി, നല്ലതാ. എയ്ഡ്സ് ആയിട്ട് എങ്ങനെ ജീവിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് നമ്മള് ഇൻട്രൊഡക്ഷൻ. എന്താ ഇപ്പൊ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരേണ്ട കാര്യം എന്താ? അപ്പൊ സാറ് അത് പറഞ്ഞു. ഈ ഒരു പ്രായത്തിൽ നിങ്ങൾക്കൊക്കെ വയസ്സ് എത്ര? 40 എത്രയായിപ്പോ? 18. അത് ശരി, യങ്. ഓക്കെ. പിന്നെ ഒരു മാക്സിമം ഒരു 18 to 20, 23 വയസ്സല്ലേ നിങ്ങൾക്കൊക്കെ ഉള്ളത്. അപ്പൊ ഈ ഒരു പ്രായത്തിൽ 23 ഇല്ല, അത്ര ഒന്നും ആയിട്ടില്ല, 18 ആയിട്ടുള്ളൂ. അയ്യോടാ, 18 ആയിട്ടില്ലേ? ഓനൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല പ്രായമുണ്ട്. നന്നല്ല കേട്ടോ, വെറുതെ പറഞ്ഞതാ, ജനറൽ ആയിട്ട് പറഞ്ഞതാ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പൊ ഇതില് നമ്മള് ഫസ്റ്റ് എന്താ ഈ ഒരു പ്രായത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താ അതില്? അതായത് 19, ഒരു 20, ഇതിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്താ? ഇതിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? എത്ര ലവർ ഉണ്ടടാ എനിക്ക്? സത്യം പറഞ്ഞോ? ഇൻസ്റ്റഗ്രാമിൽ 1, സ്നാപ്ചാറ്റിൽ 1, വേറെ ബെസ്റ്റി കമ്പൈൻ സ്റ്റഡിക്ക് 1. ഇല്ല, ഞാൻ പഠിക്കാറേ ഇല്ല സാറേ. അനക്കുണ്ടാ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ബെസ്റ്റി ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ സമയത്തൊന്നും ഭാഗ്യം പഠിച്ചോ നമുക്ക് തന്നില്ല കേട്ടോ. ഓക്കെ, ബെസ്റ്റി ട്രെൻഡ്. പിന്നെ അടുത്തത് എക്സ്പെരിമെന്റിങ്. ഇല്ലാത്ത പരീക്ഷണങ്ങളൊക്കെ തുടങ്ങണ സമയമാണിത്, പൊട്ടണ പ്രായം, ടീനേജ്. എന്തൊക്കെ ഉണ്ട് എക്സ്പെരിമെന്റ്? ഒന്നുമില്ല. ഓനെ ഇന്ന് നോക്കില്ല സാറേ, എനിക്ക് മടിയാവുന്നുണ്ട്. കളൊക്കെ വരക്കുന്നുണ്ട് താഴത്ത്. പെണ്ണാണെന്നൊന്നുമല്ല, എക്സ്പെരിമെന്റിങ്. എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു പ്രായം അല്ലേ? അപ്പൊ ഇതിലൊക്കെ ആളുകൾക്ക് തോന്നുന്ന എന്താ? ഈ പ്രായത്ത് എന്നാ ഒന്ന് പോയി ചെയ്ത് നോക്കിയാലോ, അങ്ങനെ ഒരു ട്രെൻഡ് അതിൽ വരിക. എന്നിട്ട് പോയി എന്ത് ചെയ്യാൻ നമ്മൾ കൊടുക്കും. അപ്പൊ ആ ഒരു ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ എക്സ്പെരിമെന്റിങ് ഏജ് വരുന്നുണ്ട്. പിന്നെ അടുത്തത് സ്പാ. കിടിലൻ തായ് മസാജ്, തായ്ലാൻഡ്. ഇല്ല, ആരും പോയിട്ടില്ല? പാസ്പോർട്ട് എടുക്കാൻ സമയമായിരുന്നല്ലോ, പിന്നെന്താ? എല്ലാം വെയിറ്റ് ചെയ്ത് കേൾക്കാരം പട്ടായ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ പണ്ടൊക്കെ പറഞ്ഞാൽ അവിടെ പോകണ്ടീനു. പക്ഷെ ഇപ്പൊ കൂണ് പോലെ നമ്മളെ നാട്ടിലുണ്ട് ഇതൊക്കെ. അപ്പൊ ഇവിടൊക്കെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഈ ട്രെൻഡൊക്കെ എല്ലാരും സ്പായെന്ന് ഇങ്ങോട്ട് പോകുന്നില്ലേ? ഓളൊക്കെ അവിടെ മസാജ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും. ഇങ്ങോട്ട് തിരിച്ചെത്തിയിട്ടില്ല, ക്ലാസ്സൊക്കെ എത്തിയിട്ടില്ല. എല്ലാരും സ്പായെന്നുണ്ട് ഇറങ്ങിക്കോളിട്ടോ. മതി, ഇത്ര സുഖിച്ചൊക്കെ മതി. മസാജൊക്കെ കഴിഞ്ഞു. ഓക്കെ,
പിന്നെ അടുത്തത് ഡ്രഗ് യൂസേജ്. ഉപയോഗിക്കാറില്ല? അത് ശരി. ഡ്രഗ് യൂസേജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഡ്രഗ് യൂസേജ് നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. എല്ലാ ലാലേട്ടൻ ഫാൻസാ? അങ്ങനെയാണ്. ഓക്കെ. മമ്മൂട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ തൽക്കാലം നമുക്ക് ലാലേട്ടൻ പിടിക്കാം. അപ്പോൾ അതുപോലെ ഡ്രഗ് യൂസേജ്, അതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഈ ഒരു ഏജിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന എല്ലാ സാധനങ്ങളും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനിതൊന്നും ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങളെ ഇടയിൽ നിങ്ങൾ അറിയാതെ നിങ്ങളൊപ്പല്ല ചില ഫ്രണ്ട്സുകൾ ഇങ്ങനെ പോയി അബദ്ധത്തിൽ ചാടുന്നവരുണ്ട്. ഈ യങ് ഏജിൽ പോയി ചാടിയിട്ട് അവരെന്ത് ചെയ്യും? പിന്നെ ജീവിതകാലം മൊത്തം സഫർ ചെയ്ത് ഇവൻ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ നമ്മൾ അതിനുള്ളൊരു എന്താൻ പാടില്ല. ഈ ക്ലാസ് കേട്ട ഒരാളും ഇനി എന്താൻ പാടില്ല, അങ്ങനത്തതിലേക്ക് പോകാൻ പാടില്ല. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ്സിന്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ 20-ാമത്തെ വയസ്സ് 19-ാമത്തെ വയസ്സ് നിങ്ങളെ ബെസ്റ്റി കൾച്ചർ നിങ്ങൾ കൊണ്ടുവരണോ കുഴപ്പമില്ല, പക്ഷെ ശ്രദ്ധിക്കുക, എക്സ്പെരിമെന്റേഷൻ കൊണ്ടുവരണോ, ഒരു പരിധി വിട്ടിട്ടില്ല എക്സ്പെരിമെന്റേഷൻ വേണ്ട. ഇങ്ങനെ എല്ലാ സാധനങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലിമിറ്റ് വെച്ച് ചെയ്യാം. ആ ലിമിറ്റിൽ നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ്. ഇനി ഇതിനെ കുറിച്ചുള്ള അറിവൊക്കെ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടുന്നത്? സെക്സ് എന്ന് പറയുമ്പോ തന്നെ എന്താ വലിയ ക്രൈമാ, എന്റെ പടച്ചോനെ, വലിയ ക്രൈമാ. ഇത് എവിടുന്നാ ഈ വിവരങ്ങളൊക്കെ എവിടുന്നാ കിട്ടുന്നത്? നിങ്ങൾക്ക് ആർക്കും വിവരമല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഓപ്പൺ ആയിട്ടേ ചോദിക്കുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ വിവരങ്ങളൊക്കെ നമുക്ക് എവിടുന്നാ കിട്ടുക? ഗൂഗിൾ. എന്താണ് സൈറ്റോ? എന്തോ പറഞ്ഞില്ലല്ലോ. എന്താ അല്ല, ആയിക്കോട്ടെ, എന്താ പറഞ്ഞത്? സ്കൂളിൽ നിന്ന്. ഓക്കെ. മറ്റോളൊക്കെ കമന്ന് നടന്ന് ചിരിച്ചിട്, ഒപ്പം നടന്ന് പാരൊക്കെ കട്ടപ്പേടോള്. ഓക്കെ, അപ്പോ നമുക്ക് എവിടുന്നൊക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുക? ഗൂഗിൾ. രണ്ടാമത്തത് നമ്മളെ ഫ്രണ്ട്സ് തന്നെ ഉണ്ടാവും. മാസ്റ്റർ ഇപ്പൊ UG കഴിഞ്ഞു, PG കഴിഞ്ഞു, PhD കഴിഞ്ഞു, എവിടം വരെ എത്തി? അല്ല, ആളുകള് ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. അത്രയും കേറി പോകുന്ന ആളുകളുണ്ട് ഇതില്. ഓലെ കേൾക്കാരോ നമുക്ക് നമ്മളെ ഈ ഡെവലപ്പിംഗ് ഏജിൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം. അല്ലെ, രണ്ടിലും ഉണ്ട് കേട്ടോ. ഞാൻ ഒരു വിഭാഗത്തിനല്ല, ആണുങ്ങളെ മാത്രം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. രണ്ടും ഒരുപോലെ തുല്യരാണ്. എല്ലാത്തിലും ഉണ്ട് അലമ്പും നല്ലതും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമ്മളെ പ്രശ്നം. ഇതൊക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള നോളജാണ്. പലതും നമുക്ക് തെറ്റിദ്ധാരണ ഇതാണ്. പിന്നെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സൈസ് കൂടാൻ എന്തെങ്കിലും വലുപ്പം ഒക്കെ വഴിയുണ്ടോ? ഇതൊക്കെ എവിടുന്നാ കിട്ടണത് ഈ നോളജ്? ഈ വേണ്ടാത്ത വീഡിയോസ് ഒക്കെ കണ്ടിട്ട് 10 മണിക്കൂറും 15 മണിക്കൂർ അങ്ങനല്ല ഇത് ക്ലാസ്. ഓക്കെ, അതായത് അത്രയും പല തെറ്റിദ്ധാരണയായിട്ടുള്ള നോളജ് ആളുകൾക്ക് ഉണ്ട് എന്നാ പറഞ്ഞു തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പല തെറ്റിദ്ധാരണയായിട്ടുള്ള നോളജ് ഇന്നത്തെ സമൂഹത്തിലുണ്ട്. അത് ഇതോടുകൂടി നമുക്ക് മാറണം. ഓക്കെ, HIV അതല്ലെങ്കിൽ എയ്ഡ്സ്. എന്താ ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്? ദ സ്ലോ അറ്റാക്കർ എന്ന് പറഞ്ഞ മെല്ലെ. ആനയും മുയലും തമ്മില് ഓട്ട മത്സരത്തില്, ആനയും മുയലും അല്ലല്ലോ, എന്താ ചെയ്യാ മറവി. ആമയും മുയലും തമ്മിൽ ഓട്ട മത്സരത്തില് ആമ എങ്ങനെയാണോ പോകുന്നത് അതുപോലെയാണ് HIV. മെല്ലെ ഒരു ദിവസം വന്ന് ഇങ്ങനെ തൊടും. അപ്പൊ ഹായ്. അത് കഴിഞ്ഞ വർഷങ്ങളോളം സുഖ ജീവിതം, ബോഡി അങ്ങ് ഒഴിച്ചിട്ട് കൊടുത്തൊക്കെയാണ്. മെല്ലെ അവിടുന്ന് ഉറങ്ങിയും തിന്നും. എന്നെ കുറിച്ചല്ല, HIV കുറിച്ചാണ് ഞാൻ പറയുന്നത്. മെല്ലെ സുഖിച്ച് ജീവിച്ച് ഒരു 10 കൊല്ലൊക്കെ കഴിയുമ്പോ എന്താ സംഭവിക്കുക? മരിക്കുക. ഒന്നും ഉണ്ടാകുന്ന മരിക്കല്ല, മീൻ ആ ഒരു പവറിലേക്ക് അങ്ങ് വരും. അപ്പൊ സ്ലോ അറ്റാക്കറാണ് ആരെന്ന് പറയുന്നത് HIV. ഇനി നമ്മളെല്ലാരും ഉള്ളിലൊരു തോന്നലാണ് HIV അതുപോലെ തന്നെ എയ്ഡ്സ് എന്ന് പറയുന്നത് ഒന്നാണോ എന്നുള്ളത്. അല്ല. HIV എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. അതിപ്പോ ആണെങ്കിൽ എനിക്കില്ല, ഞാൻ ജസ്റ്റ് പോയിട്ട് ഇവിടെ തൊട്ടു എന്ന് വിചാരിച്ചോ, ഞാൻ പറയാം സ്പ്രെഡ് ചെയ്യുന്ന. അപ്പൊ ആദ്യമൊക്കെ ഒരു ഇൻഫെക്ഷൻ കിട്ടി, അത് ആ സ്ലോ ഫേസിലൂടെ കടന്നുപോയി ഒരു 10 വർഷത്തോളൊക്കെ എന്തുണ്ടാവും നമ്മളെ ശരീരത്തിൽ, അത് അങ്ങ് കയറിക്കൂടി. അങ്ങനെ ആവുമ്പോ അതിനൊരു അൾട്ടിമേറ്റ് എൻഡ് സ്റ്റേജ് ആണ് എന്തെന്ന് പറയുന്നത്? എയ്ഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയാണ് HIV വർക്ക് ചെയ്യുന്നത്? HIV എങ്ങനെ വർക്ക് ചെയ്യണം? ഇന്ത്യയിൽ നമ്മൾ എന്തുകൊണ്ട് അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കേണ്ട കാരണം എന്താ? ഇത്ര സേഫ് ആയിട്ട് ഇന്ത്യയിൽ നമ്മൾ ജീവിക്കാനുള്ള കാരണം എന്താ? കാബിലയുമാണോ ഈ കാണിക്കാൻ? എന്താ ഇത്ര സേഫ് ആയിട്ട് ഇന്ത്യയിൽ ജീവിക്കാനുള്ള കാരണം? വേറെയുള്ള രാജ്യങ്ങളൊന്നും നമ്മൾ അറ്റാക്ക് ചെയ്യാതെ നമ്മൾ നിൽക്കാനുള്ള കാരണം എന്താ? ആർമി.
അതല്ലേ നമ്മളെ ശരീരത്തിലും അതുപോലെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പട്ടാളക്കാരുണ്ട്. അതാണ് CD4 എന്ന് പറഞ്ഞ സെൽ, ഹെൽപ്പർ T സെൽസ് എന്നാ പറയാ. അതായത് നിങ്ങൾക്ക് പ്രതിരോധം നൽകുന്ന ആള്. അപ്പൊ ഇവനെ പോയിട്ടാണ് ആരെ അറ്റാക്ക് ചെയ്യണത്? ഈ HIV അറ്റാക്ക് ചെയ്യണത്. അപ്പൊ ഇതിലെന്താ സംഭവിക്കുക? നമ്മളങ്ങ് അറ്റാക്ക് ചെയ്തുമ്പോ മെല്ലെ മെല്ലെ ഈ കൗണ്ട് കുറയാൻ തുടങ്ങും. അപ്പൊ നമ്മളെ പട്ടാളക്കാരെ എണ്ണം കുറഞ്ഞു. എന്താ സംഭവിക്കുക? പാകിസ്ഥാൻ ഇങ്ങനെ നിന്നിട്ട് എന്താ ചെയ്യാ? ഇപ്പൊ വരാ. ചൈന അപ്പുറത്തുനിന്ന് എന്ത് ചെയ്യും? വരാ. ബംഗ്ലാദേശ് ഇപ്പുറത്തുനിന്ന് എന്താ? വരാ. എല്ലാരും ഉഷാറായോണ്ട് നല്ല അയൽവാസികളായിട്ട് തിരക്കേടില്ല. കണക്കാണോ? ഇതെല്ലാം സംഭവിക്കുക. അതേപോലെ തന്നെ നമ്മളെ ശരീരത്തില് ഈ ഹെൽപ്പർ സെൽസ് കുറയുമ്പോ നമ്മൾ പിന്നെ ഇൻഫെക്ഷൻ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ പോയാലും ഇതിൽ കൂടെ പോയാലും എല്ലാ വൈറസും ഒന്ന് ഇതിൽ കൂടെ കയറിയിട്ട് ഹായ് എല്ലാവരും കൂടെ കയറിപ്പോവും. ഇതാണ് ഇതിന്റെ കേസിൽ സംഭവിക്കുന്നത്. അതായത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരാൻ തുടങ്ങും. ഇനി ഇത് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യണത്? ഇവിടെയാണ് ഡീറ്റെയിൽ ആയിട്ട്, ഇവിടെയാണ് നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്. എങ്ങനെയാ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യണത്? ഒന്ന് സെക്സിലൂടെ തന്നെയാണ്, അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ്. അപ്പൊ എന്താ ഈ പ്രൊട്ടക്ഷൻ? ഇപ്പോഴത്തെ വൈറൽ ട്രെൻഡിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുടർന്ന ഇപ്പൊ കുറച്ച് 3-4 ദിവസമായിട്ട് ഈ വൈറൽ ട്രെൻഡാ. എന്താ ഈ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാ? ഓനെ പറഞ്ഞിടത്തുള്ള തുറന്ന് പറയാതൊന്നും ആള് ഉപയോഗിക്കാത്ത അറിയാത്ത കാര്യമൊന്നുമല്ല. എന്താ അത്? ആർക്കും അറിയില്ലേ? അല്ലല്ല LKG കുട്ടിയാള്. എന്താ ഉപയോഗിക്കുക? പ്രൊട്ടക്ഷൻ എന്താ? ഞാൻ തന്നെ പറയണോ? എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാട്ടിച്ചെന്ന് വിചാരിച്ചു ഒരുത്തനും ഉണ്ടാതിരിക്കുക. എന്താ അത്? കോണ്ടം. ധൈര്യമായിട്ട് പറയാം. ഇതെന്താ അറിവ് ഒരു പ്രശ്നമല്ല, കാര്യമല്ല. ഓക്കെ, കോണ്ടം ഉപയോഗിക്കണം. അപ്പൊ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് ആണ് ഇതിൽ പ്രധാനമായിട്ടും അതിന്റെ കാരണമായിട്ട് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഓർഡർ ഉണ്ട്. ആനൽ സെക്സ്. ഇന്നത്തെ പല ട്രെൻഡുകളും നമുക്കറിയാം. കോൽക്കളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. പല ട്രെൻഡുകളും ആനൽ സെക്സ് ആണ് ഇതിൽ ഏറ്റവും വില്ലനായിട്ട് വരുന്നത്. അടുത്തത് വജൈനൽ സെക്സ്. ഏറ്റവും അവസാനമായിട്ടുള്ളതാണ് ഓറൽ സെക്സ്. ഓക്കെ, ആ റൂട്ടിലാണ് ഏറ്റവും പ്രധാനമായിട്ട്. നമ്മൾ വിചാരിക്കും നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല എന്നുള്ളത്. ഞാനിത് എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അതിൽ എല്ലാവിധ ആളുകളും ഉണ്ട്. ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ മറ്റേ പടത്തിലൊക്കെ പറയുന്ന ഇങ്ങനെ പിടിച്ച് ട്യൂൺ ചെയ്യാണോടാ? ഉണ്ട്, അങ്ങനത്തെ ആളുകളുണ്ട്. ഇല്ല എന്നല്ല പറയണത്. അവർക്ക് ആണുങ്ങളോട് പെണ്ണുങ്ങളോട് അട്രാക്ഷൻ ഉണ്ടാവൂല. പെണ്ണുങ്ങൾക്ക് നമുക്കറിയാലോ, ബിഗ് ബോസിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ? നോർമലൈസ് ചെയ്യാൻ വേണ്ടി നോക്കിയത് കണ്ടില്ലേ? ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? അങ്ങനത്തെ ട്രെൻഡ് വലുതായി വരികയാണ്. LGBTQ കമ്മ്യൂണിറ്റി വലുതായിട്ട് വരികയാണ്. അപ്പൊ അങ്ങനത്തെ ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല, ഇവലുണ്ട്, നമ്മളെടിയിലും ഉണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നുണ്ടാവുള്ളൂ. അപ്പൊ എല്ലാരും ആ കണ്ണിലൂടെ കാണണമെന്നല്ല. പൊരുത്തം വന്നാണ്ട് ഇങ്ങനെ കോളത്തൂടെ കൈയിട്ടുമ്പോ അങ്ങനല്ല. എല്ലാരും നിങ്ങൾ എന്താ പറയാ, അവിശ്വസിക്കരുത്. നല്ലതും ഉണ്ടാവും. പക്ഷെ ട്രാക്ക് മാറി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ വിട്ടോണം കേട്ടോ, ഇല്ലേ 8ന്റെ പണി കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ റീസൺ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു സ്പാ ട്രെൻഡ്. വീണ്ടും നമ്മൾ ആ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. തായ്ലാൻഡ്, തായ് മസാജ്. ഇപ്പൊ മസാജ് കൾച്ചർ ഭയങ്കരമായിട്ട് കൂടി വരിക. സ്പാ ഇപ്പൊ 2 ദിവസം മുന്നേ ഇപ്പൊ ന്യൂസിലൊക്കെ ഒരു സ്പാന്റെ വിഷയം, പോലീസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ പാലക്കാട്, മലപ്പുറം, ഈവൻ മലപ്പുറം ജില്ലയിൽ വരെ നമ്മൾ റിലീജിയസ് ആണ്, ഓർത്തഡോക്സ് ആണെന്ന് വിശ്വസിക്കുന്ന ജില്ലയിൽ വരെ എന്ത് വരുന്നുണ്ട്? ഈ ട്രെൻഡുകൾ വരുന്നുണ്ട്. ഇവരൊക്കെ അവസാനം എന്താ ചോദിക്കുന്നത്? ഹാപ്പി എൻഡിങ്സ്. കറക്റ്റ് ആണോ? അപ്പൊ ഇത് നൽകാൻ ആളുകളുണ്ട്. ഹാപ്പി എൻഡിങ്സ് ഇത് നൽകാൻ ആളുകളുണ്ട് എന്ന്. അതായത് 2 രീതിയിലാണ് ഇത് ആളുകൾ പോവുക. ഒന്ന്, നമ്മളൊക്കെ എന്ത് ചെയ്യും? എക്സ്പെരിമെന്റേഷന് വേണ്ടിയിട്ട്. കാരണം 1 മണിക്കൂറിന് ചിലപ്പം 10 or 6 അങ്ങനെയൊക്കെ പല റേറ്റുകളാണ്. അപ്പൊ ഇവര് ചോദിക്കുന്ന ഈ പൈസ കൊടുത്താണ്ട്, അതായത് ഇപ്പൊ നമുക്കൊക്കെ ഒരു നോളജ് എന്താ? പോൺ വീഡിയോസ്, അതല്ലെങ്കിൽ അങ്ങനെ സ്വയംഭോഗം, ഇതൊക്കെയാണ് നമ്മളെ ഉള്ളിലുള്ളത്. അപ്പൊ ഈ ഒരു ടീനേജിൽ നമ്മൾ നേരെ പോയിട്ട് എന്ത് ചെയ്യും? ഇത് എക്സ്പെരിമെന്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നേരെ പോയിട്ട് ഇങ്ങനത്തെ ട്രെൻഡിൽ അങ്ങ് പോയി വീഴും. മസാജ് ചെയ്യാൻ പോയി അവിടുന്ന് ഇങ്ങനെ അവസാനിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ചെല്ലുമ്പോ എന്താ സംഭവിക്കുക? ഇപ്പൊ നമ്മൾ എടുത്തു നോക്കണം. ഇങ്ങനെ ഈ സ്പായിലും അതുപോലെ തന്നെ എല്ലായിടത്തും വർക്ക് ചെയ്യുന്നതില് വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ ആദ്യം ചോദിക്കുന്ന സംഗതികൾ എന്താ? സെക്ഷൽ ഡിസീസിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? നിങ്ങൾക്ക് സെക്ഷൽ ഡിസീസ് ഉണ്ടോ നോക്കുക. നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ചോദ്യം പറച്ചിലൊന്നുമില്ല. ഇവർക്കൊക്കെ ഏത് രോഗമാണ്, ഏത് ദുനിയാവിലില്ല എന്ന് പോലും ആർക്കും അറിയില്ല. അപ്പൊ ഒരാൾ തന്നാണ്ട് നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരാൾ തരികയാണെങ്കിൽ നിങ്ങൾ പോരുത്. ഇപ്പൊ കമ്മ്യൂണിറ്റി പോലും ഉണ്ട്, HIV കമ്മ്യൂണിറ്റി പോലും ഉണ്ട്. ഇപ്പൊ ഞാൻ ഇന്നലെ അടുത്തൊരു റീല് കണ്ടു. ഗോവയിൽ പോയി അവരെല്ലാം പാർട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാം അവസാനിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോ ആരുമില്ല. ബാത്റൂമിൽ പോയി മിററിൽ നോക്കുമ്പോ വെൽക്കം ടു HIV കമ്മ്യൂണിറ്റി. എന്താവും നമ്മളൊക്കെ മാനസികാവസ്ഥ?
അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോയി പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഈ പ്രായത്തിലാണ് നമ്മളത് പോയി പെടാൻ പോണത്. ഈ ഒരു 20-ലും 30-ലൊക്കെ ആയിട്ടാണ് പോയി പെടാൻ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, കുറെയൊക്കെ ഒരു കൺട്രോൾ വരും. കല്യാണം ഇതൊക്കെ കഴിയുമ്പോൾ കുറെയൊക്കെ ഒരു മാറ്റം വരാം. ഇപ്പോഴും അവിഹിതത്തിനൊന്നും കുറവൊന്നുമില്ല, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. എല്ലാം വിഹിതവും എല്ലാത്തൊക്കെ ഇതിലുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നം ഇതിന്റെ കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇനി പെൺകുട്ടികളെ കേസിലാണെങ്കിൽ ഞാൻ മലപ്പുറത്തിന്റെ കാര്യമൊന്നുമല്ല പറയണേ, ഈവൻ എറണാകുളം അല്ലെങ്കിൽ ബാംഗ്ലൂർ അങ്ങനത്തെ സിറ്റീസിലേക്ക് വരുന്നതോടുകൂടി അവിടെ എന്താ സംഭവിക്കുന്നത്, പോക്കറ്റ് മണി പോക്കറ്റ് മണി പോക്കറ്റ് മണി ടിപ്പ് അയക്കാണ്ട് 1000-2000 ലാവിഷായിട്ട് ജീവിക്കാം. ക്യൂടെക്സ് മേക്കപ്പ്, സോറി ക്യൂടെക്സ് ഇവിടെ, സോറി ചെറുതായിട്ട് മാറിപ്പോയതാണ്. ഓക്കെ, അതായത് എല്ലാ സാധനവും എന്തൊക്കെയാണ്, എത്ര ലെയറാടാ, എത്ര ലെയറാ? ആദ്യം ഒരു ബേസ്, പിന്നെ ഒരു ഫൗണ്ടേഷന്. ഇതൊക്കെ പൊളിച്ചു നോക്കി കഴിഞ്ഞാല് ഇവളില്ല കേട്ടോ, ഇട്ടിട്ടൊന്നുമില്ല. പൊളിച്ചു നോക്കി കഴിഞ്ഞാൽ എത്ര ലെയർ ഉണ്ടാവും? ഒരു 10-300 ലെയറെങ്കിലും ഉണ്ടാവും മാറ്റാൻ വേണ്ടിയിട്ട്. അതിന്റെ പേര് പറയാ, അതായത് അത്രയും തോന്നെ ആളുകൾ ഇന്ന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ പൈസ വേണ്ടേ? അപ്പൊ ഓലെ ലാവിഷ് ജീവിതത്തിന് ഞാൻ നിങ്ങളെ പോലത്തെ കുട്ടികളെ കാര്യമല്ല പറയുന്നത്, ചെന്നാൽ നമ്മളെ ഇടയിൽ ഇങ്ങനത്തെ ആളുകൾ ഉണ്ടേനു, അവിടെയാണ് ഇമ്പോർട്ടന്റ്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ പോക്കറ്റ് മണി അങ്ങനത്തെ പല ട്രെൻഡിനായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ട്രാപ്പിലും പെടുന്നവരുണ്ട്. ആദ്യം ഒരു ചെറിയ ഡോസ് MDMA അങ്ങ് തരും, പിന്നെ നമ്മൾ മൂഡ് മാറി. ഏത് മോഡ്? പാർട്ടി മോഡ്. MDMA എന്ത് ഡ്രഗാ? നല്ല പവർ കിട്ടുന്ന സാധനം അത്. പിന്നെ തിരിച്ചിറങ്ങാൻ റിസ്ക് ആട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കിട്ടൂല വേറെ കാര്യം, അങ്ങനെയുണ്ട് ഇതില്. അപ്പൊ ഇതിലൊക്കെ വരുന്നൊരു പ്രശ്നം എന്താ, ഈ ഡ്രഗം കൊടുത്ത് ഇവലങ്ങ് വശീകരിക്കും. നോർമലായിട്ട് സംഭവിച്ചു എന്ന് വരില്ല, ഡ്രഗ് കൊടുത്ത് അഡിക്റ്റ് ആക്കാണ്. ഡ്രഗ് കൊടുത്ത് അഡിക്റ്റ് ആക്കിയിട്ട് പിന്നെ നിങ്ങൾ അങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങും. അത് ഓല ഉപയോഗിക്കും, ഓല ഫ്രണ്ട്സ് ഉപയോഗിക്കും, അതുപോലെ തന്നെ എല്ലാവരും. കാരണം ഈ പ്രായത്തിൽ ഇപ്പാരും ആരും വിശ്വസിക്കാൻ പാടില്ലല്ലോ. ഓലെന്തോ വലിയ തെറ്റ് ചെയ്ത ആൾക്കാരല്ലേ, അല്ലേ? ഓലല്ലേ വലിയ തെറ്റുകാർ ഇപ്പിമ്മയും. ഒപ്പം അതിന്റെ തൊട്ടടുത്ത് വന്ന ഏതോ ഒരു ചങ്ങായിനെ കാണുമ്പോൾ ഐ ക്രഷ്, ഇൻഫാച്ചുവേഷൻ, എന്തൊക്കെയാണത്? വേണ്ടാന്നല്ല പറയുന്നത്, എല്ലാം നല്ലതാണ്. നിങ്ങളെ സ്വന്തം കാലിൽ നിന്നിട്ട് നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, അതിലൊന്നും പ്രശ്നമല്ല. പക്ഷെ ഇത് ചിന്തിക്കാനുള്ള കഴിവ് വേണം. ആദ്യം ഓല ജഡ്ജ് ചെയ്യണം നിങ്ങൾ എന്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന്. ചിലപ്പോൾ നിങ്ങൾ അറിയ പോലുമില്ല, ജ്യൂസിലൊക്കെ കലക്കിയിട്ടാവും അത് ആദ്യം കൊടുക്കുക. പെട്ടുപോകുന്ന കുറെ ആളുകളുണ്ട്. എന്നിട്ട് ആ കുട്ടി ഇതുപോലെ പെട്ട് പല പ്രാവശ്യം ഉപയോഗിക്കപ്പെട്ട് വീഡിയോസ് വന്ന് എല്ലാം കഴിഞ്ഞ അവസാനം എന്ത് ചെയ്ത് ആത്മഹത്യയുടെ വക്കിലെത്തിയ കേസാണ്. കൗൺസിലിങ്ങിന് വേണ്ടി വന്നായിരുന്നു ഒരു പ്രാവശ്യം. അപ്പൊ നമ്മളെ ഇടയിൽ നിങ്ങളെപ്പോലത്തെ ജീവിച്ച ആളുകളാണ്. ഇപ്പൊ നമ്മൾ എന്ത് സന്തോഷത്തിലായിരിക്കണം, ശരിയല്ലേ? ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇന്നലെ രാത്രി കാമുകം വിളിച്ചിട്ട് ഫുഡ് കഴിച്ചോ ചോദിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെക്കാരം ഇപ്പൊ വലിയ പ്രശ്നം, അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ചെറുതായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാ ഇല്ല. അല്ല, ഇതൊക്കെയാണല്ലോ ഈ പ്രായത്തിൽ. അല്ലെങ്കിൽ സാറ് ഇന്നലെ ചീത്ത പറഞ്ഞു, അങ്ങനെയൊക്കെ ഇപ്പത്തെ. പക്ഷെ അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഇങ്ങനെ ഒരു ട്രാപ്പിൽ നമ്മൾ പോയി വീണ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുവരവ് കുറച്ച് പാടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, പെടാൻ ഭയങ്കര സുഖമാണ്. സ്നേഹം നടിച്ച് പലരും നിങ്ങളെ മുന്നിൽ വരും. ആ മുന്നിൽ വരുന്ന ആളുകൾ നിങ്ങൾ ആദ്യം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ ഇല്ലാന്നും പറയണമൊന്നുമില്ല, പക്ഷെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യുക. അവൻ എങ്ങനത്തെ ആളാണ്, എന്താണ് അവന്റെ പരിപാടി, ഇതൊക്കെ ജഡ്ജ് ചെയ്തിട്ട് മെല്ലെ പറഞ്ഞാൽ മതി. എന്ത്? യെസ്. അതുവരെ നോ 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 നോ. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനം ഏതാ പറയാം? നോ ആണ്. യെസ് പറയാനും എല്ലാവർക്കും എളുപ്പം, നോ പറയുന്ന കൊടുത്താൽ മിടുക്ക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. പെടരുത്, പോയി പെടരുത്. പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ട്രാപ്പായി. ഡ്രഗിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ നിങ്ങൾക്ക് കഴിയൂല. അതിന്റെ അഡിക്ഷൻ അത്ര ലെവലേ, എസ്പെഷ്യലി MDMA പോലെ, മെത്തിഡിൻ. പേര് നല്ല നമ്മളെ പേരൊക്കെ പോലെ, മുബഷിർ, അങ്ങനെയൊക്കെ നല്ല വെറൈറ്റിയുള്ള പേരുകളാ. കുറെ സാധനമുണ്ട്. ക്രിസ്റ്റൽ മെത്ത്, ഇഷ്ടം പോലെ സാധനങ്ങൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പെട്ടു. ക്ലിയർ ആയോ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നാ സേട്ടോ, ഒരു കല്ലെടുത്തെറിഞ്ഞ ഒരു ബംഗാളിന്റെ തലയിലേക്കാരം ക്യാ ഹുവാ, ഞാൻ എറിഞ്ഞു നോക്കിയെന്നാ. ഞാൻ പറഞ്ഞു മൈഗ്രൻ ലേബേഴ്സ്, അതിഥി തൊഴിലാളികൾ. അതിഥി, അതായത് നമ്മളെന്താ പറയാ, നമ്മളെ നാട്ടിലൊക്കെ അതിഥി ദേവോ ഭവ. അതായത് നമ്മൾ അതിഥികൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്വീകരിക്കണം, അങ്ങനെയല്ലേ? ഈ പെരുമ്പാവൂരിന്റെ പ്രശ്നം എന്താ നമുക്കറിയാം? പെരുമ്പാവൂരിന്റെ അത്രയും തോന്നെ അതിഥി തൊഴിലാളികൾ വരുന്ന ആളുകളാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നാ സേട്ടോ, ഒരു കല്ലെടുത്തെറിഞ്ഞ ഒരു ബംഗാളിന്റെ തലയിലേക്കാരം ക്യാ ഹുവാ, ഞാൻ എറിഞ്ഞു നോക്കിയെന്നാ. ഞാൻ എറിഞ്ഞു നോക്കാം, നമുക്ക് രണ്ടാക്കും പോയിട്ട് എറിഞ്ഞു നോക്കാം ഒരു ദിവസം. അത് നല്ലൊരു ഉറപ്പാ. അല്ല, അതായത് അത്രയും തോന്നെ എന്തുണ്ട്,
ഓനെ എറിഞ്ഞു നോക്കണം എന്നൊരു ആഗ്രഹം, നമുക്ക് പോയിട്ട് എറിഞ്ഞു നോക്കാം, അത് കുഴപ്പമില്ല. അത്രയും ഓനെ എന്തുണ്ടെന്ന് മനസ്സിലാക്കുക, ബംഗാളികൾ ഉണ്ട് അവിടെ. അപ്പൊ ഇവരിലൊക്കെ നമ്മളെ നാട്ടിൽ വരുന്ന ആളുകൾക്കൊന്നും നമ്മൾ ഹെൽത്ത് കാർഡ് നോക്കൂല, അവർക്ക് എന്തൊക്കെ ഡിസീസ് ഉണ്ട് നോക്കൂല, അവരെന്തൊക്കെ അറാമ്പറപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ നോക്കൂല. നേരെ വരിക, ജോലി എടുക്കുക, അതല്ലേ. അവിടെ ഭയങ്കര കേസ് കൂടുതലാണ്, HIV കേസും അതുപോലത്തെ എല്ലാ കേസും കൂടുതലാണ്. അപ്പൊ അതേപോലെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്. ഇപ്പൊ ബാർബർ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ പണ്ടാരായിരുന്നു? മലയാളീസാ. ഇപ്പോഴും മലയാളീസാ? ബംഗാളീസ് അല്ലേ? ഹിന്ദി അതല്ലെങ്കിൽ ഇതൊക്കെ അറിയണം, എന്നാലേ മുടിയെട്ടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി തരുവാറിന് അത് താഴത്തേക്ക് എത്തും. കറക്റ്റ് അല്ലേ? ബംഗാളി സ്റ്റൈലിൽ ഇങ്ങനെ ഇറങ്ങിപ്പോരാ, നാദിയാ അരെ ജി ആ സ്റ്റൈലിലേക്ക് കയറതുണ്ടാവുക. കറക്റ്റ് ആണോ? എന്തേ ആയില്ലേ? അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. എങ്ങനെയാ അത്? നാദിയാ പറടജി, ആ ട്രെൻഡൊക്കെ അല്ലേ ഉള്ളത്. അതായത് മാറും അത്. അപ്പൊ ഇവിടെ ഷെയറിങ് എന്താ പറയാ, മൈഗ്രന്റ് ലേബേഴ്സിൽ വരുന്ന പ്രശ്നം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണുള്ളത്. അതായത് അവര് നമ്മളെ നാട്ടിലേക്ക് ഈ ഡിസീസ് കുറെ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവരിലൊക്കെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യാവുന്നതാണെന്ന് ഞാൻ പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഷെയറിങ് നീഡിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു. എല്ലാവരും കൂടി ഗ്യാങ് ആയിട്ടിരുന്ന്, നല്ല കുട്ടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരു 5 ആൾക്കാർ ഡ്രഗ് ഉപയോഗിക്കുന്നാലോ വിചാരിച്ചോ, ഏത് ഡ്രഗാ വേണ്ടേ? പാരസിറ്റമോൾ, MDMA, ഏതാ വേണ്ടേ? ട്വിങ്ക്ലിംഗ് ട്വിങ്ക്ലിംഗ് ലിറ്റിൽ സ്റ്റാർ, വെറുതെ സ്കൂളിൽ പോയി, അതാണോ? അല്ല, കഞ്ചാവ്, ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സംഗതികളാണ്. അപ്പൊ ഇവരെന്താ ചെയ്യാ? ഒരൊറ്റ നീഡിലേ ഉണ്ടാവുള്ളൂ. ഇത്രയും സ്നേഹം വേറെ ഒന്നും ഉണ്ടാവില്ല. റൊമാൻസ് ഇങ്ങനെ ഒഴുകിയേക്കാരം. ആദ്യത്തെ ഒരുത്തവൻ എന്ത് ചെയ്തു? അതേ നീഡിൽ തന്നെ പഫാണെങ്കിലും ഓക്കെ, ഇത്രയേ ഉള്ളൂ, അവിടെ തീർന്നു. അല്ലേ? ഇതില് പലരും പുകവലിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം, ഉണ്ടാവും, ഇല്ലാന്നൊന്നുമല്ല. ഈ പ്രായത്തിൽ തന്നെ പലരും തുടങ്ങി നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. പക്ഷെ പുകവലി പോലെ അല്ലല്ലോ ഇത്. നിങ്ങൾ നീഡിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാല്, ഇതാ നമ്മളെ നവാസ് സാറ് ലാബ് ടെക്നീഷ്യനാ, സാറിനറിയാം. അത് എങ്ങനെയാണത്? അത്ര പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ആ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഇതിൽ തന്നെ സ്പ്രെഡ് കിട്ടുകയാണ് എല്ലാവർക്കും ഒരുമിച്ച്. ഞാനത് പറയാനുള്ള കാരണം, നമ്മളെ മലപ്പുറത്ത് വളാഞ്ചേരി തന്നെ 25ഓളം കേസാണ് റിപ്പോർട്ട് ചെയ്തത്. എങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്തത്? ഈ നീഡിൽ ഷെയറിങ്ങിലൂടെ. അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ചു എല്ലാവരും നല്ലോലാണല്ലോ, ഇത്രയും ദുനിയാവിലും കാണാൻ പറ്റിയ അൽഹംദുലില്ലാഹ് ഹൈറ് അങ്ങനത്തെ ആളുകളേക്കാരം കാണുമ്പോ. പക്ഷെ ഉള്ളിലിരിപ്പ് വേറെ എന്തെങ്കിലേക്കാരം. അപ്പൊ എപ്പോഴും നിങ്ങൾ അവിശ്വസിക്കണം എന്നല്ല പറയണത്. നിങ്ങളൊരു ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോ നമ്മളെ ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്നാ. നിങ്ങൾക്ക് പഠനത്തിൽ മികവ് കാണിക്കാൻ എല്ലാത്തിനും നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട് നിങ്ങളെ കൂടെ ഉണ്ടാവും, പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ടോപ്പാവും. അതല്ല, നിങ്ങളെ കൂടെ ഉള്ളവൻ അലമ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങളും അലമ്പന്നേക്കാരം. അതാവും. ഇവര് രണ്ടാളും അവിടെ നോക്കിയിട്ട് ഞാൻ അലമ്പാട്ടോ, ഓല രണ്ടാളും, അതങ്ങനെ രണ്ടാളും തന്നെ അലമ്പ് കളിച്ചു നോക്കുക. അതായത് അങ്ങനെയാണ് അതിന്റെ ഒരു സംഗതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പോയി പെടരുത്. അതാണ് എനിക്ക് അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. ഇനി അടുത്തത് മദർ ടു ബേബി, അതായത് HIV ഒക്കെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്കൊക്കെ അത് സ്പ്രെഡ് ചെയ്യാം. പിന്നെ കണ്ടാമിനേറ്റഡ് നീഡിൽസ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അങ്ങനത്തെ. പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് നമ്മൾ രക്തം എടുക്കേണ്ട സാഹചര്യം വരികയാണ്. ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ഏതാ ബൈക്ക്? ഏതാ ബൈക്ക്? പൾസ്, ഇമ്പൾസ്. ഓക്കെ, നല്ല ബൈക്കാണ് ഇമ്പൾസ്. അപ്പൊ ഇമ്പൾസിൽ നമ്മൾ ഒരു 100, 110 ഇങ്ങനെ പോവാണ്. ഹെൽമെറ്റ് ഉണ്ടോ? ഹെൽമെറ്റ് വേണം. അപ്പൊ ഹെൽമെറ്റ് ഉണ്ട് എന്ന് വിചാരിച്ചു, പെട്ടെന്ന് ആക്സിഡന്റ് ആയി, എന്താ സംഭവിക്കുക? ചിലപ്പോൾ ചോര കുറെ നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രക്തം കൊടുക്കണം. അപ്പൊ ഈ രക്തം കൊടുക്കുമ്പോൾ പണ്ടൊക്കെ, ഇപ്പൊ അത്ര ഇല്ല, കാരണം ബ്ലഡ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാ ടെസ്റ്റും നോക്കും, HIV ഉണ്ടോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങളുണ്ടോ നോക്കിയിട്ടാണ് ബ്ലഡ് എടുക്കുക. പണ്ടത്തെ കേസിലൊക്കെ ചിലപ്പം വേറെല്ലോ ബ്ലഡ് സ്വീകരിക്കുമ്പോൾ അങ്ങനത്തെ കേസിൽ കിട്ടാം. അതിപ്പോ രാജസ്ഥാനിൽ ഇപ്പൊ അടുത്തൊരു കേസ് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ വന്നിരുന്നു, ബ്ലഡ് സ്വീകരിച്ചാണ്ട് HIV വന്നൊരു കേസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ ആ ഒരു അവയർനെസ് കൂടിയോടുകൂടി അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ എന്ത് ചെയ്യണില്ല, അത്രത്തോനെ കാണുന്നില്ല കേട്ടോ. ഇനി അടുത്തത്, ഓക്കെ, ഇനി എങ്ങനെ ഇത് പകരൂല എന്നുള്ളത്, അതും പല ആളുകൾക്കുള്ളൊരു ടെൻഷനാണ്. എങ്ങനെയൊക്കെ പകരൂല? ഉമ്മ കൊടുത്താ പകരുവോ? മറ്റേ പടത്തിൽ മറ്റേ ഉമ്മ പറയുന്നാരി എന്റെ ഉപ്പൂപ്പ ഒരു ഉമ്മരണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഉമ്മ എന്നാ പകരോ? ഇല്ല, ഉമ്മയിലൂടെ പകരൂല. പിന്നെ അതുപോലെ തന്നെ ഹഗ്ഗിങ്, ഒന്ന് കെട്ടിപ്പിടിച്ചാ പകരോ? ഇല്ല, അങ്ങനെ പകരില്ല. അതുപോലെ തന്നെ കൊതുക് കടിച്ചാലോ? കൊതുക് കടിച്ചിട്ടൊക്കെ ഇങ്ങനെ ഒരു രോഗം പടർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്തേക്കാരം?
എല്ലാവർക്കും ഉണ്ടായിരുന്നു, ശരിയല്ലേ? അപ്പൊ കൊതുക് കടന്നാൽ പടരോ? ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഷെയർ ചെയ്തു, പടരോ? ഇല്ല, പകരൂല. പിന്നെ ടോയ്ലറ്റ് സീറ്റ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, ഒരേ ടോയ്ലറ്റ് തന്നെ, പകരോ? ഇല്ല. അതുപോലെ തന്നെ ടച്ച് ചെയ്താൽ പകരോ? ഇല്ല. അതുപോലെ തന്നെ വേർത്ത പകരോ? ചുമയിലൂടെ പകരോ? ഇങ്ങനെ ഒന്നും ഇത് പകരൂല. നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡുകൾ ഉണ്ടല്ലോ, അതിലൂടെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പകരുന്ന രീതി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ തെറ്റിദ്ധാരണയാണ് ആളുകളിലില്ലേ. കുറെ ആളുകൾ ഒരു വട്ടം എന്നോട് ഹെപ്പറ്റൈറ്റിസ് ബിയിൽ ഒരു കേസ് എൻ്റെ അടുത്ത് വന്നാണ് ചോദിക്കുകയാണ്, സാറേ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്, അപ്പൊ അവിടെ ഭയങ്കര കൊതുകുണ്ട്, അപ്പൊ ഹോസ്പിറ്റലിൽ വന്ന് കടിച്ച കൊതുക് എന്നെ കടിച്ചിട്ടാണ് എനിക്ക് ഹെപ്പറ്റൈറ്റിസ് ബി കിട്ടിയത്. കിട്ടുവോ? മാസ്ക കിട്ടുവോ? ഇല്ല, കിട്ടൂല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ഏതെങ്കിലും ഒക്കെ ഒരു സെക്ഷൽ ഡിസീസിന്റെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആളുകളായിരുന്നു. അപ്പൊ അങ്ങനെ ഒന്നും സ്പ്രെഡ് ഇല്ല എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് ആണ്. തുടക്കത്തിൽ, അതായത് ഒരു HIV ഇൻഫെക്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ തുടക്കത്തിൽ കാണുന്ന സിംറ്റംസാ. പനി വന്നോലുണ്ടോ? വൈറൽ പനി വന്നോലുണ്ടോ? സാധാ വൈറൽ പനി വന്നോല്? എപ്പോഴെങ്കിലൊക്കെ പനി വന്നോലുണ്ടോ ജീവിതത്തില്? ഇല്ല, ആർക്കും പനി വരില്ലേ? ഓക്കെ, ഒന്ന് സൂക്ഷിച്ചു നോക്കി ഉണ്ണയുടെ. പനി, തൊണ്ടവേദന, ശരീരവേദന. ഇപ്പൊ പനിയില്ല ആരെങ്കിലും ഉണ്ടോ? പടച്ചോനെ, എയ്ഡ്സ് ആണോ? അങ്ങനെ ഒന്നും വേണ്ട, മനസ്സിലാവണ്ട. അതായത് ഇതിന്റെ തുടക്കത്തിൽ കാണുന്ന ലക്ഷണം, നമുക്കൊരു ഇൻഫെക്ഷൻ കിട്ടിയാൽ നമ്മളെ ശരീരം പ്രതിരോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണത്. അപ്പൊ ആ സമയത്ത് ഏർലി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക പനി, തൊണ്ടവേദന, ശരീരത്തിൽ ചെറിയ ചെറിയ കുരുക്കൾ വരിക, പിന്നെ ക്ഷീണം, ഇങ്ങനത്തെ പല ലക്ഷണങ്ങളും നമ്മൾ കാണാം. അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ അറിഞ്ഞു കഴിഞ്ഞാലും ഇമ്പോർട്ടൻസ് ഉണ്ട്, ഞാനത് പറഞ്ഞുതരാം. ചിലപ്പോൾ നമ്മൾ അങ്ങനെ പെട്ടുപോകുന്ന ആളുകളൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്, അപ്പൊ നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് തുടക്കത്തിൽ കാണുന്ന സിംറ്റം. ആദ്യം അത് മെല്ലെ മെല്ലെ നമ്മുടെ ശരീരത്തിലും കയറിക്കൂടി ഒരു 10 വർഷത്തോളം സുഖജീവിതമായിട്ട് ജീവിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? മറ്റു ലക്ഷണങ്ങളായിട്ട് മാറും അത്. അപ്പൊ സിവിയർ കേസിൽ നമുക്ക് ലോങ് ടേം സിംറ്റം എന്തൊക്കെയുണ്ട്? വെയിറ്റ് ലോസ്, നല്ല ശരീരമൊക്കെ മെലിഞ്ഞ് മറ്റേ ക്രാഷ് ഡയറ്റും അങ്ങനത്തെ ഡയറ്റൊക്കെ എടുത്ത് നമ്മൾ പറ്റ മെലിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ദീപിക പടുക്കോണ പോലൊക്കെ ആവണം എന്ന് പറയും ചിലവര്. അല്ല, അതിങ്ങനെ പല ആവശ്യങ്ങളാ പേഷ്യൻസിന് ഉണ്ടാവുക. മെലിയണം, തടിക്കണം, പല ആവശ്യങ്ങൾ പറയും. അപ്പോൾ അങ്ങനെ വെയിറ്റ് ലോസ് വരാം. ഇടക്കിടക്ക് വരുന്ന പനികള്, നൈറ്റ് സ്വെറ്റ് എന്ന് പറയുമ്പോൾ രാത്രിയിൽ നമ്മൾ കൂടുതലായിട്ട് വേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഡയേറിയ, അതുപോലെ നമ്മുടെ വായന്റെ ഉള്ളിൽ ചെറിയ ചെറിയ വൈറ്റ് പൂപ്പലുകൾ വരിക. ഇവിടെ ഈ ഭാഗത്തൊക്കെ വെള്ള കളറുള്ള പൂപ്പൽ വരിക. അത് നിങ്ങൾ പുകവലിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. പുകവലിക്കുന്നവരുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പുകവലിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ വായന്റെ ഉള്ളിൽ നിങ്ങൾ വൈറ്റ് ത്രഷ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്ത് ചെയ്യാം? അതൊരു പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷനാണ്, അത് ക്യാൻസർ ആയിട്ട് മാറാം കേട്ടോ. പുകവലിക്കുന്ന ആളുകളും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ HIV ഇങ്ങനെ വായന്റെ ഉള്ളിൽ പൂപ്പൽ പോലെ വെള്ള കളർ സാധനം വരുന്നുണ്ടെന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഇതൊക്കെയാണ് വർഷങ്ങൾ എടുത്തു വരിക. അത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ പ്രതിരോധത്തിന് ഫുള്ളായിട്ട് അങ്ങ് തീർത്ത് എന്റെ ലാസ്റ്റ് സ്റ്റേജ് നിങ്ങൾ കണ്ടോ? ലാസ്റ്റ് സ്റ്റേജ് എങ്ങനെയുണ്ട്? പേടിപ്പിരിക്കുന്ന ടെറർ സ്റ്റേജ്, ലാസ്റ്റത്തെ ടെറർ സ്റ്റേജ്. അവിടെ എത്തുമ്പോഴത്തേന് എന്താ സംഭവിക്കുക? നമ്മളെ പ്രതിരോധം ഫുള്ള് കുറഞ്ഞ് നമുക്ക് ഏതെങ്കിലും ഒരു അസുഖം വന്ന് നമ്മൾ ഇന്നാലില്ല സുഖായി. അപ്പോ ക്യാൻസറോ അതല്ലെങ്കിൽ ഏതെങ്കിലും രോഗമോ ആ സമയത്ത് വരിക. എയ്ഡ്സിനെ കൊണ്ടല്ല മരണപ്പെടുക, വേറൊരു രോഗം വന്ന്, കാരണം പ്രതിരോധം കുറഞ്ഞിരിക്കല്ലേ. ഇപ്പൊ നമ്മൾ എന്താ അങ്ങനെ നടക്കുന്നത്? എപ്പോഴെങ്കിലൊക്കെ ഒരു രോഗാണു ഇവിടെ പോകുമ്പോൾ ഒരു ഹായ് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അത്രയും സമയം നമ്മളെ ബോഡി അതിനങ്ങനെ ഷീൽഡ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതല്ല നമുക്ക് HIV ഉണ്ടായി കഴിഞ്ഞാൽ ഏത് രോഗവും മിനിറ്റിനെ കൊണ്ട് നമുക്ക് ഇങ്ങനെ വരാം. ഏത് രോഗം മിനിറ്റിനെ കൊണ്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അതിന്റെ അവസാനത്തിൽ നമ്മൾ അങ്ങ് മരിച്ചു പോകാം. ഇതാണ് ഇതിന്റെ കേസിലൊക്കെ കാണാറുള്ളത്. ഇനി പ്രിവെൻഷൻ, ഇവിടെയാണല്ലോ പ്രധാനപ്പെട്ട പാർട്ട്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അല്ലെ? രോഗം പ്രതിരോധിക്കുന്നതാണ് ഒരു രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനാളും നല്ലത് എന്നാ പറയാം, അല്ലെ? അപ്പൊ ഇവിടെ എന്താ നോക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ പ്രിവെന്റ് ചെയ്യേണ്ടത്? യൂസ് കോണ്ടംസ്, കൃത്യമായിട്ട് കോണ്ടം ഉപയോഗിക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഹെൽമെറ്റ് ഉപയോഗിക്കുക. എന്തിനാ? ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ തല പോവാക്കാൻ വേണ്ടിയിട്ട്. തല ഉണ്ടെങ്കിലുള്ളൂ ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യം, അല്ലെ? ഈ അധിക അപകടത്തിലും എന്താ സംഭവിക്കാറുള്ളത്? ബ്രെയിൻ ഇഞ്ചുറി സംഭവിച്ച ആൾ മരിച്ചു പോകാൻ സംഭവിക്കാറുള്ളത്. കയ്യിലും കാലിനൊക്കെ എന്ത് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്ത് വരാം, പക്ഷെ ബ്രെയിനിന് അങ്ങനെയല്ല സംഭവിക്കുക. അപ്പോൾ അതൊരു ഹെൽമെറ്റ് പോലെ തന്നെയാണ്, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് മനസ്സിലാക്കുക. അപ്പോ നിങ്ങൾ അറിയാത്തൊരു പാർട്ട്ണറുമായിട്ടാണ് സെക്സ് ചെയ്യണത്,
അതല്ലെങ്കിൽ നിങ്ങൾക്ക് സേഫ്റ്റി ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ഉപയോഗിച്ചിരിക്കണം? കോണ്ടം ഉപയോഗിച്ചിരിക്കണം. അതിൽ ഇഷ്ടപ്പെട്ട ഫ്ലേവറുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആ. സ്ട്രോബെറി, ചോക്ലേറ്റ്, മിന്റ്, ഏതൊക്കെ വേണം അതൊക്കെ ഉണ്ടെന്നാണ് ദുനിയാവിൽ. ഓറഞ്ച്, വാനില്ല എല്ലാം അവൈലബിൾ ആട്ടോ മാർക്കറ്റിൽ. എല്ലാ സാധനവും മാർക്കറ്റിൽ അവൈലബിൾ ആ. അല്ലല്ല, എല്ലാം ഉണ്ട്, എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആ. മനസ്സിലാവുന്നുണ്ട്? എല്ലാ സാധനവും മാർക്കറ്റിലുണ്ട്. അപ്പോ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി അങ്ങനത്തെ ആദ്യം തന്നെ അങ്ങനത്തെ പരിപാടിക്ക് പോവാതിരിക്കുക. സപ്പോസ് ജീവിതമാണ്, എവിടെയാണോ നമുക്ക് ബെല്ലും ബ്രേക്കൊക്കെ നഷ്ടപ്പെടുക അറിയില്ല, അവിടെ നിങ്ങൾ നിർബന്ധമായിട്ട് കരുതൽ വേണം. അടുത്തതായിട്ടുള്ളത് ഗെറ്റ് ടെസ്റ്റഡ് റെഗുലർലി. അതായത് സംശയം തോന്നിക്കഴിഞ്ഞാൽ വെച്ചോണ്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല, പോയി ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പൊ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി ടെസ്റ്റ് ചെയ്യുക കേട്ടോ. അതാണ് എല്ലാ നമ്മളെ മെഡിക്കൽ കോളേജിലൊക്കെ ഇത് ഫ്രീ ആണ് ടെസ്റ്റിങ്. പിന്നെ ടെസ്റ്റ് കിറ്റ് അവൈലബിൾ ആണ്, അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്ത് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇങ്ങനത്തെ എല്ലാ പരിപാടികളും ഒഴിവാക്കുക. ഈ വേണ്ടാത്ത ഡ്രഗ് ഉപയോഗിക്കല്, അതല്ലെങ്കിൽ അങ്ങനത്തെ ജീവിതമാണ് ലഹരി എന്ന് മനസ്സിലാക്കുക. ജീവിതമാണ് ലഹരി. ആ ജീവിതത്തിൽ നമ്മൾ സക്സീഡ് ആവുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് ഗോള്. മനസ്സിലാവുന്നുണ്ട്? നമ്മളിങ്ങനെ ലേസി ആയിട്ടും മടിയായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ജീവിതം എങ്ങനെയാണ് പോവും? ആരും ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഓക്കെ, നിങ്ങൾക്കൊക്കെ എന്താ ഇപ്പൊ നിങ്ങൾ അധികം ആളുകളും ഡിപ്പെൻഡന്റ് ആണ്. ഡിപ്പെൻഡന്റ് എന്ന് പറയുമ്പോൾ ആദ്യം ആരോട് ചോദിക്കും? ഇപ്പാനോട് ചോദിക്കും. ഇപ്പ ഒരു സാരി, ഒരു ഫോണ്, ഒരു ഐഫോണ്, ഒരു അതാണോ ചെയ്യണത്? അതേസമയം കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവരെന്താ സംഭവിക്കുക? കുറച്ച് കഴിഞ്ഞാൽ ഭർത്താവിന്റെ അടുത്ത് എന്നും അടിമകളേക്കാരം. ഈ കാലിന്റെ ചോട്ടിൽ ഞങ്ങൾ ഇട്ടിട്ട് കണ്ടല്ലോ ചാവിട്ടി ഇങ്ങനെ നേരക്കും. കഞ്ചാൻ പഠിച്ചോളി എന്നാ ഞാൻ പറയാം നന്നായിട്ട്. അമ്മ തായേ വേണോ എന്നാ ഞാൻ ചോദിക്കേണ്ടത്. ഇരുന്ന് പഠിച്ചോ. ഇവലൊക്കെ പറയുന്നത് വേദവാക്യാണ്. ഇപ്പൊ ഞാൻ കോളേജ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്ത് തേങ്ങ ഇയാൾ ഈ പറയുന്നത്, കോളേജ് കഴിയുമ്പോൾ മനസ്സിലാവും. ഇനി ഇവിടെ ഇത്രയും തോനെ പുച്ഛം കിട്ടാൻ പോകുന്നത് വേറെ ഊടില്ല. നിങ്ങൾ ഓർത്ത് വെച്ചോ. ആദ്യം കടം വാങ്ങി മുടിയും. ഇല്ല, ഫ്രണ്ട്സിനൊക്കെ വെറുപ്പിക്കും കടം വാങ്ങിയിട്ട്. അത് കഴിഞ്ഞാൽ പെരയിൽ ഇപ്പാക്ക് വില ഉണ്ടാവില്ല, ഉമ്മാക്ക് വില ഉണ്ടാവില്ല. കല്യാണം നോക്കി ചെന്നാലോ പെണ്ണും കിട്ടൂല. ഓന് പണ്ടൊക്കെ ഇട്ടിച്ചൊന്ന് പോയിക്കാടുന്നു. പെണ്ണും കിട്ടൂല. ശരിയാണോ? ഒരാൾക്ക് ഒരു വിലയില്ലാതെ ജീവിക്കണോ? മാറണമെങ്കിൽ പഠിത്താണ് നമ്മളെ കയ്യിലില്ലായത്. അല്ലെങ്കിൽ നന്നായിട്ട് ബിസിനസ് അറിയണം. ബിസിനസ് അറിഞ്ഞാൽ ഓക്കെ. ഒന്നും അറിയാതെ ഇപ്പൊ ഇങ്ങനെ സുഖിച്ച് ആ മൂടലൊക്കെ ഇങ്ങനെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങി തൂങ്ങി പോയി കഴിഞ്ഞാൽ നാളെ എണ്ണി വെച്ചോ. ഞാനാ പറയണേ, ജീവിതം കൊണ്ട് ഒക്കെ ഇങ്ങനെ വരും പാഠങ്ങൾ. ചേഞ്ച് നിങ്ങൾ ഇപ്പൊ ആലോചിച്ചോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രിവെൻഷന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. അപ്പൊ ഇത് ഉള്ളിൽ വേണം, എപ്പോഴും ഉള്ളിൽ വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത ബാക്കിയുള്ള സെക്ഷൽ ഡിസീസുകളൊക്കെ ഒന്ന് ഓടിച്ചു പോവാണ്. ഞാൻ എല്ലാം ഒന്നും ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എയ്ഡ്സ് ആണ് ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ എയ്ഡ്സ് എന്ന് പറയുന്നത് ഇതിലത്തെ ചേട്ടൻ, ഇനി ഇത് കൂടാതെ അനിയന്മാരും അമ്മായിമാരും ഒക്കെ ഉണ്ട് ഇതില്. ഓലൊക്കെ നമുക്ക് പരിചയപ്പെടണം. ഓലൊക്കെ വരുമ്പോ നമുക്ക് സ്വീകരിക്കണ്ടേ? അമ്മയാളൊക്കെ വരുമ്പോ നമ്മൾ സ്വീകരിച്ചിരുത്തണ്ടേ? വേണോ? ആട്ടി പറഞ്ഞേക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, HPV എന്ന് പറയുന്നത് വാർഡ്സ് ആണ്, ജനൈറ്റൽ വാർഡ്സ് ആണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നാ പറയാം. ഞാൻ പേരുകളും നിങ്ങൾ കേട്ട് പേടിച്ചൊന്നും വേണ്ട, അതൊക്കെ നമുക്കുള്ളതാണ്. നിങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ചിലർ കൈത്തിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെറിയ ഉണലുകൾ കണ്ടിട്ടുണ്ടാവും. അത് ഇതാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. നാളെ അതൊക്കെ കണ്ട ഞള്ള പടച്ചോനെ HPV ആണ്, ഓടി രക്ഷപ്പെടുക. അതുപോലെ ഷുഗറോ അല്ലെങ്കിൽ അമിതവണ്ണൊക്കെ വന്നിട്ട് വന്നേക്കാരം. പക്ഷെ നിങ്ങളെ ജനൈറ്റൽ ഏരിയയിൽ, അതായത് ലിംഗത്തിലോ അതല്ലെങ്കിൽ വജൈനയിലോ വൾവയിലോ ആ റീജിയനിലൊക്കെ ചെറിയ ചെറിയ വാർഡ്സുകൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മിക്കവാറും എന്താണെന്നുള്ളതാണ്, HPV ഇൻഫെക്ഷൻ ആണ്. ഈ HPV ഇൻഫെക്ഷൻ കിട്ടിയാലും മെച്ചെന്താ നിങ്ങൾക്ക് അറിയോ? HPV ഇൻഫെക്ഷൻ കിട്ടിയാലും മെച്ചെന്താ? ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ? അങ്ങനത്തെ കേസുകൾ ഉണ്ട്. അതാ ഞാൻ പറയുന്നത്. 20-ാമത്തെ വയസ്സിലും 25-ാമത്തെ വയസ്സിലൊക്കെ കിട്ടിയ ഒരു 50 വയസ്സാവുമ്പോ എന്തായിട്ട് മാറും? ക്യാൻസർ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡിസീസ്. വാവ്, അതന്നെ കറക്റ്റ് ആണോ? ക്യാൻസർ ആയിട്ട് മാറും. ഈ ക്യാൻസർ വന്ന അത്ര സുഖം ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് നല്ല സുഖിക്കരാം വാവ് എന്നൊക്കെ പറയാം. വന്ന് അനുഭവിച്ചോലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കുടുംബത്തിലോ, ഇന്ന് പണ്ടത്തെ പോലെ ഒന്നുമല്ല. എന്റെ അടിച്ചത് ഈസോഫാഗൽ ക്യാൻസർ വന്നിട്ടാ. കണ്ടിരിക്കാൻ പറ്റില്ല. ഒരു ക്യാൻസറും അത്ര നല്ലതല്ല. നല്ലതല്ല ഇൻ ദ സെൻസ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല അവരനുഭവിക്കുന്നതും ബുദ്ധിമുട്ടൊക്കെ. അപ്പൊ അങ്ങനത്തെ രോഗത്തു നിന്നൊക്കെ ദൈവം നമ്മളെ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ പ്രൊട്ടക്ഷൻ വേണം. അപ്പൊ ഇതിന്റെ ഒരു എൻഡ് സ്റ്റേജ് അതാണ്. കിട്ടിക്കഴിഞ്ഞാൽ അവസാനം എവിടെയൊക്കെ ക്യാൻസർ വരും എന്നില്ല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോ ഇതാണ് സംഗതി. ഇനി ഓക്കെ,
ഇതിൽ മെയിൻ ആയിട്ട് ആദ്യത്തെ ലക്ഷണമായിട്ട് വരിക എങ്ങനെയാണ്? ഈ ചെറിയ വാർഡ്സ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ കുരുക്കളായിട്ടാണ് വരിക. അത് പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ ലിംഗത്തിൽ വരാം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് സ്ത്രീകളിലാണെങ്കിൽ വൾവൽ റീജിയനിൽ വരാം. നമ്മുടെ ആനൽ, ഇപ്പോൾ നമ്മുടെ ആനൽ സെക്സ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആനൽ റീജിയനിൽ വരാം. ത്രോട്ടില് ഓറൽ സെക്സ് ചെയ്യുന്ന ആളുകൾക്ക് എവിടെ വരും? തൊണ്ടയിലാണ് വരിക. ഓറൽ സെക്സ് ചെയ്യുന്ന ആളുകൾക്ക് തൊണ്ടയിൽ വരും. അതുപോലെ തന്നെ കയ്യിലും കാലിലൊക്കെ ചെറുതായിട്ട് വരാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാ അരിമ്പാറൊന്നും ഇതല്ല, സാധാ അതല്ല. അല്ലാതെ നിങ്ങൾ ഇത് പേടിക്കേണ്ടത് എപ്പോഴാണ്? ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അരിമ്പാറ ഒന്ന് പേടിക്കണോ? വേണ്ട, അത് സാധാ സാധനക്കാരം 100+ വെറൈറ്റി ഉണ്ട്. പക്ഷെ ഇതിന്റെ ഡേഞ്ചർ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് എപ്പോഴേ വരുള്ളൂ? നമ്മളിങ്ങനെ വേണ്ടാത്ത പണിക്കൊക്കെ പോയി നല്ല കുട്ടിയായിട്ടൊക്കെ ജീവിച്ചുമ്പോഴാണ് വരിക. മനസ്സിലാവുന്നുണ്ടോ? അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതില് വരുന്ന ക്യാൻസർ ഞാൻ പറഞ്ഞു, 50 വയസ്സാവുമ്പോൾ എല്ലാവരും കരുതി വെച്ചോ ഈ ക്യാൻസർ വരും. ഇനി രണ്ടാമത്തേത് ആനൽ ക്യാൻസർ, പെനൈൽ ക്യാൻസർ, ലിംഗത്തിൽ ക്യാൻസർ വരും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഇങ്ങനത്തെ കേസിലൊക്കെ ഓറൽ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ വർഷങ്ങൾ എടുത്തത് എന്തായിട്ട് മാറും? തൊണ്ടയിലെ ക്യാൻസർ ആയിട്ട് മാറും, ത്രോട്ട് ക്യാൻസർ ആയിട്ട് മാറും. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ HPV ഇൻഫെക്ഷനിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സംഗതികളാണ്. അപ്പൊ ഇതൊരു ഡേഞ്ചർ സംഗതിയാണെന്നുള്ളത് ഓർത്തിരിക്കുക. മനസ്സിലാവുന്നുണ്ട്? വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ ചെറിയ വാർഡ്സ് ആയിക്കാരം ട്രീറ്റ്മെന്റ് എടുത്താൽ കുഴപ്പമില്ല. നമുക്ക് എയ്ഡ്സിനെ പോലെ അത്ര ഡേഞ്ചർ ഒന്നുമല്ല. ഒന്ന് ട്രീറ്റ്മെന്റ് ഇട്ട് 2 ഇയറിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് റിക്കവർ ചെയ്യാം. പിന്നെ ഈ ഒരു ഏജിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് സംഗതി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സംശയമുണ്ട്, അതല്ലെങ്കിൽ ഇനി നമ്മളെ ലൈഫ് എങ്ങനെയാവും നമുക്ക് അറിയൊന്നുമില്ല, ചിലപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വാക്സിൻ അവൈലബിൾ ആണ്. ഈ ഒരു ഏജിൽ നിങ്ങൾ ആ വാക്സിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഏജ്. ഈ ഒരു ഏജിൽ നിങ്ങൾ വാക്സിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇവിടെ കോണ്ടം ഉപയോഗിച്ചു എന്ന് വിചാരിച്ചിട്ട് ഫുൾ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ ഞാൻ പേര് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ദ അൺവാണ്ടഡ് ടാറ്റു ആർട്ടിസ്റ്റ് എന്നാ പറഞ്ഞത്. അത് തൊട്ടാ മതി. തൊട്ടാൽ ഇപ്പൊ വാർഡ്സിൽ പോയിട്ട് ഇപ്പൊ എനിക്ക് വാർഡ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഞാൻ പോയി തൊട്ട് കഴിഞ്ഞാൽ ആ വാർഡ്സ് എൻ്റെ മുന്നിലേക്ക് വരും. ആ HIV പോലെ എന്താ പറയാ, നമ്മൾ സെക്സ് മാത്രമല്ല ഇതില്, ജസ്റ്റ് തൊടലും അതല്ലെങ്കിൽ ഒരു ഷെയ്ക്കാൻ്റെ ഒക്കെ തന്ന ധൈര്യമായിട്ട് ഓക്കെ ഷെയ്ക്കാനൊക്കെ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് ഇതിന്റെ കേസിലുള്ളത്, HPV എന്ന് പറയുന്നതിലുള്ളത്. ഇനി അപ്പൊ ഇത് വാർഡ്സ് ആണെന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്തത് ഹെർപ്പിസ് സിംപ്ലസ് വൈറസ്, ദ ബ്രേക്കപ്പ് സ്പെഷ്യലിസ്റ്റ്. ബ്രേക്കപ്പ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്കപ്പ് സ്പെഷ്യലിസ്റ്റ്. എത്ര ബ്രേക്കപ്പ് ആയി? എന്നാരും പ്രേമിച്ചിട്ടില്ല. ഓക്കെ, ഇവിടെ ഞാൻ ചോദിക്കുന്നില്ല, ഇവിടെ വേറെ ഏതെങ്കിലും ആൻസർ ആയിക്കാരം. ഇവിടെ കറന്റ്ലി ഒന്നും ഓടിക്കൊണ്ടിരിക്കുക സാർ, നാറ്റിക്കരുത്. മീൻ ബ്രേക്കപ്പ് സ്പെഷ്യലിസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് ആ അസുഖമാണ്. കണ്ടോ, ചെറിയ നമ്മൾ പൊള്ളലേൽക്കുമ്പോൾ ഒരു സംഗതി ഉണ്ടല്ലോ, പൊള്ളലേറ്റവരൊക്കെ അല്ലേ ഇതില്, പൊള്ളലേറ്റവര് ബേണിങ്, ആ പൊള്ളലേൽക്കുമ്പോൾ ചെറിയൊരു കുമ്പിള് വരില്ല, അതേപോലെ ഇത് വരിക. അതും വരുന്ന ലൊക്കേഷനൊക്കെ ഈ പറഞ്ഞ രീതിയിൽ നമ്മളെ ഇതിൽ 2 വെറൈറ്റി ഉണ്ട്. ഒന്ന് ഇവിടെ വരുന്നതും ഉണ്ട്, വായന്റെ ഭാഗത്ത് വരുന്നതുകൊണ്ട്. രണ്ടാമത്തെ വെറൈറ്റി നമ്മുടെ ലിംഗത്തിന്റെ ഭാഗത്ത് വരുന്നതുകൊണ്ട്. ഇതുപോലെ ചെറിയ കുരുക്കളായിട്ട് വരിക, അത് പൊട്ടും, ആ വെള്ളം ഡിസ്ചാർജ് ചെയ്യും, കുറച്ചു കാലത്തിനുണ്ടാവില്ല, വീണ്ടും പൊട്ടും, വീണ്ടും വരും, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ നിങ്ങളെ പ്രൈവറ്റ് പാർട്ടിലോ അല്ലെങ്കിൽ വായയുടെ റീജിയനിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കള്, ഈ ബ്രേക്കപ്പ് ഈ ഒരു ഇങ്ങനത്തെ സംഗതി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ HSV ആവാം. നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. എല്ലാവരിലും എല്ലാം ഞാൻ പറയണത്, നല്ല കുട്ടികളും ഇതൊന്നും പേടിക്കൊന്നും വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ ആയിട്ടുള്ളത് ഉണ്ടോ, ഞാൻ പറഞ്ഞു കിസ്സിങ്, ഉമ്മ എടുത്താൽ വരും. മറ്റടുത്ത് ഒരു ഉമ്മ തരണ്ടെന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവിടെ ഉമ്മ കൊടുത്താലും പ്രശ്നമാണ്. ഓക്കെ, പിന്നെ ഇതൊക്കെ എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ്. സ്പ്രെഡൊക്കെ ഇനിയെല്ലാം എല്ലാത്തിലും ഏകദേശം ഒരേപോലെ തന്നെയാണ്, ഓർത്തോളി. പിന്നെ അപ്പൊ രണ്ടാമത്തെ ഡിസീസുമായി, അതായത് HIV കഴിഞ്ഞു, HPV കഴിഞ്ഞു, ഇതേതാണ് HSV സിംപ്ലെക്സ്. ഓക്കെ, അതായത് കുരു വരുന്നത്, രണ്ടാമത്തെ വാർഡ്സ് വരുന്നത്. ഓക്കെ, ഇനി പ്രിവെൻഷൻ എല്ലാത്തിലും ഒരുപോലെ തന്നെ, അതായത് കോണ്ടം ഉപയോഗിക്കുക. നമ്മൾ കൃത്യമായിട്ട് നമ്മളെ ഈ പറഞ്ഞ ഇറപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടുന്ന സമയത്ത് ഇങ്ങനത്തെ സംഗതികൾ ഉണ്ട് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ബന്ധപ്പെടാൻ പാടില്ല. അതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി അടുത്തത്, ഇതിപ്പോ കോമൺ ആയിട്ട് പല ആളുകളിലും നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ് ഹെപ്പറ്റൈറ്റിസ് B വൈറസ്. ഹെപ്പറ്റൈറ്റിസ് B വൈറസ്, മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം പ്രശ്നക്കാരനാണോ? ഇക്കാരം ആവാം. നല്ല ആൻസർ. മഞ്ഞപ്പിത്തം പ്രശ്നക്കാരനാണോ? ആണ്. ആണോ? എല്ലാ മഞ്ഞപ്പിത്തവും പ്രശ്നക്കാരനാണോ? അപ്പൊ പച്ചവെള്ളം കുടിച്ചാൽ മഞ്ഞപ്പിത്തം വരും, കണ്ടാമിനേറ്റഡ് ആയിട്ട്. അതായത് ആ മറ്റേ ഇത് അവിടെ വൈറസ് അവിടെ പോയി നമ്മളെ മലത്തിലൂടെ വെള്ളത്തിലേക്ക് എത്തി, ആ മലത്തിൽ വെള്ളത്തിലേക്ക് ഇത് വെള്ളം മിക്സ് ചെയ്ത് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാം. കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടറിലൂടെ ഒക്കെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് വരാം. AE എന്ന് പറയും. അതൊരു പ്രശ്നമില്ല. അത് വന്ന ഒരാഴ്ചന്റെ ഉള്ളിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ പനിയും ചെറുതായിട്ട് കണ്ണൊക്കെ മഞ്ഞച്ച്
കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറിപ്പോക്കോളും. അതേസമയം ഇവൻ വന്നു കഴിഞ്ഞാൽ മാറിപ്പോവില്ല. അതേസമയം ഇവൻ വന്നു കഴിഞ്ഞാൽ മാറിപ്പോവില്ല. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ഒരിക്കലും നിങ്ങൾക്ക് ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ലിവറിന്റെ ഉള്ളിൽ നമ്മൾ 2 രീതിയിൽ, സ്വന്തം വീടില്ലോരും വാടക വീടില്ലോരും ഉണ്ട്. ഈ സ്വന്തം വീടില്ലോലും എന്താ ചെയ്യുക, അതിനെ നല്ലപോലെ ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ ലവറൊക്കെ അല്ലല്ലോ നല്ലതിലേക്ക് ശ്രദ്ധിച്ച് കെയർ ചെയ്ത് നല്ലതിലേക്ക് കൊണ്ടുനടക്കും. അതേസമയം റെന്റഡ് ആയിട്ടുള്ള സാധനമാണെങ്കിലോ, വാടക എടുത്താണെങ്കിലോ അതിമെല്ലാം റാമ്പറപ്പളൊക്കെ നമ്മൾ ചെയ്യും. അതേപോലെ അത് ലിവറിന് അങ്ങ് വാടക എടുക്കും. എന്നിട്ട് ലിവറിൽ കയറിയിട്ട് അങ്ങ് ആക്രമിക്കാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ലിവർ ക്യാൻസർ വന്നിട്ട് തട്ടിപ്പോകും. ലിവർ ക്യാൻസർ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഗതി കേട്ടോ. ഇനി അടുത്തത് പ്രിവെൻഷൻ. ഇതിനും വാക്സിൻ ഉണ്ട്. നമ്മൾ എസ്പെഷ്യലി ഞങ്ങളെ പോലത്തെ ആളുകൾ, അതായത് മെഡിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഈ വാക്സിൻ എടുക്കണം. കാരണം നമ്മൾ ബ്ലഡുമായിട്ട് എപ്പോഴും കോണ്ടാക്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. എയ്ഡ്സിലേറെ സ്പ്രെഡുള്ള രോഗം അത്. എയ്ഡ്സിലേറെ സ്പ്രെഡുള്ള ഒരു രോഗമാണ് ഏതെന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. നമ്മൾ ബാർബർ ഷോപ്പിൽ പോയിട്ട് ബംഗാളിക്ക് ഈ രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാതെ ഒരൊറ്റ ക്ലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരൊറ്റ ഡ്രോപ്പ് ബ്ലഡ് മതി, ഒരൊറ്റ ഡ്രോപ്പ് ബ്ലഡ് മതി ഈ പറഞ്ഞിട്ടുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് പ്രതിരോധത്തിന്, ഇത് നമ്മളെ തെറ്റൊന്നുമല്ല. നമ്മളിപ്പോ മുടിയെട്ടിലും താടിയെട്ടിലും നമ്മളെ പ്രശ്നമാണോ? അല്ല. നമ്മളെ നാട്ടിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആളുകൾ വരുന്നത് നമ്മളെ തെറ്റാണോ? അല്ല. അത് ഗവൺമെന്റ് ഒന്നും കൃത്യമായിട്ടുള്ള പരിശോധനയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബ്ലഡിന്റെ ഒരു പ്രിക്ക് മതി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം നിങ്ങൾ ഉറപ്പിച്ചോളി അത് ലിവർ ക്യാൻസർ വന്നിട്ടേക്കാം. അല്ലാതെ നിങ്ങൾ ആരും മരിക്കാൻ പോകുന്നില്ല അങ്ങനത്തെ കേസിൽ. ഇനി അടുത്തത് സിഫിലിസ്. സിഫിലിസ് എന്ന് പറയുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ഒരു സൈക്കോ ആണത്. ഷമ്മിനെ കണ്ടങ്ങള്, സൈക്കോ ഷമ്മി അതുപോലെ തന്നെയാണ്. മെല്ലൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വ്രണായിട്ടേ വരും. അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിൽ അൾസർ വന്നിട്ടുണ്ടോ, പുണ്ണ് വന്നിട്ടുണ്ടോ? അതുപോലെ നിങ്ങളെ ലിംഗത്തിലൊക്കെ പുണ്ണായിട്ടാ വരിക. ആ പുണ്ണാണെങ്കിൽ സിഫിലിസ് ആണ്, വാർഡ്സ് ആണെങ്കിൽ HPV ആണ്, ബ്രേക്കപ്പ് ആണ്, കുരുക്കളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ HSV ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് ഗൊനോറിയ ഉള്ളിന്ന്, അതുപോലെ തന്നെ വജൈനന്റെ ഉള്ളിന്നൊക്കെ ചെറിയ ചെറിയ പസ്സുകൾ ഇങ്ങനെ വരിക, പൈപ്പുകൾ പുറത്തേക്ക് വരിക. അത് നോർമലി ഇപ്പൊ നമുക്ക് ലൂക്കോറിയ വരാം, വെള്ളപ്പോക്കിന്റെ പ്രശ്നം വരാം. അതല്ലാതെ വരുന്നുണ്ട്. അതായത് പച്ച കളറ്, മഞ്ഞ കളറ്, അങ്ങനെ കളർഫുൾ ആയിട്ട് വർണ്ണങ്ങളായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളി അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്, എന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളത്. അത് എസ്പെഷ്യലി നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ വേണ്ടാത്രയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതൊന്നില്ലെങ്കിൽ ഗൊനോറിയ ആയിക്കാരം, അതല്ലെങ്കിൽ ക്ലമീഡിയ ആയിക്കാരം. ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ ആയിക്കാരം അത്. അപ്പൊ ഇതാണ് നിർബന്ധമായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ വിട്ടുമാറാത്ത മൂത്രപ്പൈപ്പ്, ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഇതിൽ വരാം. ഇങ്ങനത്തെ ആളുകളിൽ കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇൻഫെർട്ടിലിറ്റി ഇങ്ങനത്തെ കേസിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, ഓൾറെഡി പറഞ്ഞു. ഇനി അടുത്തത് പേൻ എവിടെ വരിക? തലയിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും പേൻ വരുമോ? വരും. നമ്മളെ പ്രൈവറ്റ് പാർട്സിലെ പ്യൂബിക് ഹെയറിൽ വരെ പേന് വരാം. ആ പേനാണ് ഈ പറഞ്ഞിട്ടുള്ള എന്ത്? പ്യൂബിക് ലൈസ് എന്ന് പറയുന്നത് ആ പേനാണ്. ആ നോക്കി നിങ്ങള്, പേനിനെ പോലെ തന്നെ ഉണ്ടോ? ഒരു ഞണ്ടിനെ പോലല്ലേ, അതുകൊണ്ട് തന്നെ ക്രാബ് എന്ന് പറയാം. അത് എങ്ങനെയൊക്കെ നോക്ക്, അതിൽ സ്പ്രെഡിങ് നോക്കിയാൽ നിങ്ങള് സെക്സ് ചെയ്താൽ വരും. ഇപ്പൊ ഹോസ്റ്റലിലൊക്കെ നിങ്ങൾ നിൽക്കുന്ന ആൾക്കാരല്ലേ, ഹോസ്റ്റലിൽ ഇല്ല എല്ലാവരും ഡേ സ്കോളറാ. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് അറിയാം. എല്ലാവരും രാവിലെ എണീറ്റ് ഒരേ പ്രശ്നം നയിക്കാറും കുറെ ആളുകൾക്ക്. പല്ലേക്കാറുണ്ടോ? ഓക്കെ, പല്ലേക്കാറുണ്ട്. അപ്പോ നമുക്ക് അവിടെ എന്ത് വരാം? നമ്മൾ ഷെയറിങ് ടവല്, ഫ്രണ്ട്സിന്റെ ടവല് നമ്മൾ തന്നെ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഷെയർ ചെയ്യാം, ക്ലോത്ത്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഇതൊന്നും ഷെയർ ചെയ്യണ്ട എന്നല്ല പറയുന്നത്. എപ്പോഴും നിങ്ങൾക്ക് ഒരു ലിമിറ്റ് വെക്കുക. നമ്മളേതായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പേഴ്സണൽ ഹൈജീന് കൊണ്ടു നടക്കുക. നമ്മളെ സാധനങ്ങൾ നമ്മളെ അടുത്ത് തന്നെ കൊണ്ടു നടക്കുക എപ്പോഴും. മനസ്സിലാവുന്നുണ്ടോ? അതല്ലാതെ മറ്റുള്ളവർ ഉപയോഗിക്കേണ്ട. അങ്ങനെ എല്ലാം ഉപയോഗിക്കുന്നത് എന്തല്ല, സേഫ് അല്ല എന്ന് മനസ്സിലാക്കുക. ഇതൊന്നും അത്ര പ്രശ്നക്കാരൊന്നുമല്ല. ഇതൊക്കെ പെട്ടെന്ന് മാറിപ്പോകുന്ന ചെറിയ ചെറിയ രോഗങ്ങളുള്ളൂ. ഇതിനൊക്കെ കൃത്യമായിട്ട് ചികിത്സ ഉണ്ട്. ഇതിന്റെ മുന്നേ പറഞ്ഞ ആളുകൾ, അതായത് എയ്ഡ്സ്, HSV, HPV ഇങ്ങനത്തെ രോഗങ്ങളൊക്കെയാണ് നമ്മൾ പേടിക്കേണ്ട രോഗങ്ങൾ. അത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമ്മളെ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യില്ല, അത് വിട്ടു പോകൂല. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത്, ഇതിലിനി ഏകദേശം എന്റെ സെഷൻ കഴിഞ്ഞു, ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇനി ഇന്ന് മുതൽ നിങ്ങളെ ജീവിതത്തിൽ അത് ഫിക്സ് ചെയ്യുക. ഞാൻ പോയിട്ട് ട്രാപ്പിൽ പെടൂല എന്ന് മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞ ഡ്രഗ്സ് ഉപയോഗിക്കില്ല, ഞാനിങ്ങനെ സെക്ഷുവൽ ട്രാപ്പിൽ പോയി പെടൂല. കൃത്യമായിട്ട് നിങ്ങൾക്ക് വിചാരിച്ച നിങ്ങളെ ആള് വരുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. പടച്ചോ നിങ്ങൾക്ക് ഒരാളെ കണ്ടെത്തിക്കണോ.
ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയാ ആ ലൈഫ് വേറെ കാരം. അതിന്റെ മുന്നേ ഈ കാണിക്കുന്ന ബെസ്റ്റ് മറ്റേതും മറിച്ചതൊക്കെ പിന്നെ ജീവിതത്തിൽ കുറ്റബോധം ഒന്നും കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്നത്തെ കുട്ടികൾ അതൊക്കെ അങ്ങനെ കറിവേപ്പില അങ്ങനെ എടുത്തെറിയില്ലേ, അതുപോലെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കറിവേപ്പില എടുത്തു പോലെ. അത് കല്യാണം കഴിഞ്ഞാലും കല്യാണത്തിന്റെ മുന്നേ അങ്ങനെ തന്നെ. ഞാൻ കേൾക്കാത്ത അവീതങ്ങളില്ല. ഇന്നലെ ഒരു പേഷ്യന്റ് എന്നെ കാണിക്കാൻ വന്നതാ, എന്നോട് പറഞ്ഞു സാറേ എനിക്ക് നിസ്കരിക്കാൻ വയ്യ. അപ്പൊ ഞാൻ വിചാരിച്ചു ദീനീബോധം അങ്ങ് കയറിയിട്ട് അത്രക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നമാണ്, അതായത് ഡിസ്ചാർജ് പ്രോസ്റ്ററ്റോറിയ എന്ന് പറയുന്ന ഒരു പ്രശ്നം. ലിംഗത്തിൽ നിന്ന് ഇങ്ങനെ നമ്മളെ മനിയും മതിയും ഇല്ല അത് വരുന്നത്, ഡിസ്ചാർജ് വരുന്ന പ്രശ്നം. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല സെറ്റ്, നല്ല ആളാണല്ല, കുഴപ്പമൊന്നുമില്ല, ഒരാളെ നല്ലതിലേക്ക് കിട്ടിയല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്നോട് പറഞ്ഞു അപ്പൊ ചെറുതായിട്ടൊരു ഉദാഹരണക്കുറവിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോഴാ അത്? വൈഫുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അത്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ എന്നോട് അപ്പൊ ഞാൻ ചോദിച്ചു വൈഫ് അല്ലാതെ വേറെ ഏതെങ്കിലും? ഇന്നത്തെ ആളുകൾ ഉഷാറായോണ്ടാ ഞാൻ പറയുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് സാർ, ആ ഒരു ഒറ്റ വികൃതി മാത്രമേ ഉള്ളൂ, എനിക്ക് ആ ഒരു വികൃതി മാത്രമേ ഉള്ളൂ. നിസ്കരിച്ചാ കൊണ്ട് പറയിപ്പിക്കണ്ട, ഞാനും കൂടെ ഉള്ളില് ആ സമയത്ത് അതങ്ങനെ ചിന്തിച്ച് കയറ്റിയത്. മനസ്സിലാവുന്നുണ്ട്? ആളുകൾ പല രീതിയിലാണ്. എപ്പോഴും റിലേഷൻഷിപ്പിൽ വാല്യൂ കീപ്പ് ചെയ്യാൻ നോക്കുക, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ നോക്കുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിർബന്ധമാക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് നിങ്ങളോട് പറയാൻ പോകും, നിങ്ങളൊക്കെ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, ആർക്കും കെട്ടണ്ടേ? വേണ്ട? ട്രെൻഡ് മാറിയോ? ഇല്ല, നല്ലത് തന്നെയാണ്. കെട്ടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാ. നിങ്ങൾ എന്താ ചോദിക്കേണ്ടത്? എന്റെ കൺസെപ്റ്റിൽ പെണ്ണിനെ കുറിച്ചൊന്ന് പറഞ്ഞ, ഇത് സത്യസന്ധമായിട്ട് ആൻസർ പറ, എന്നോട് ദേഷ്യം വെച്ചിട്ട് പറയരുത്. ഓക്കെ, എന്റെ കൺസെപ്റ്റിൽ ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞ. പെണ്ണായാ മതി സാർ. ഓക്കെ ഓക്കെ, അതായത് ഇതിലെന്താ ഉള്ളത്? ആളുകൾക്ക് പല കൺസെപ്റ്റ് ഉണ്ടാവും, ഹൈറ്റ്, മറ്റേത് മറിച്ചത്, നിറം, കണ്ണ്. പക്ഷെ ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ ജെൻസി, ഞാൻ ജെൻസി പെടുമില്ല, ബൈക്കണം. ഓക്കെ, ജെൻസിയുള്ള ആളുകള് നിർബന്ധമായിട്ടും വാങ്ങേണ്ട സാധനം എന്ന് പറയുന്നത് സെക്ഷുവൽ ഡിസീസിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. സെക്ഷുവൽ ഡിസീസിന്റെ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഈ സ്ത്രീധനം, അതല്ലെങ്കിൽ ചെക്കന്റെ ചൊറുക്ക്, മറ്റേ സ്വഭാവം, നാട്ടിൽ പള്ളി കമ്മിറ്റി പോയി അന്വേഷിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ചോളി. അതിന്റെ കൂടെ വാങ്ങേണ്ട സാധനം നല്ലൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഈ പറഞ്ഞ വൃത്തിയട്ട രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ആദ്യം ഉറപ്പുവരുത്താം. കാരണം എന്താ, അത് നിങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ ആർക്കാ കിട്ടുക? നേരെ നിങ്ങൾക്കാ കിട്ടുക. നിങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. നല്ല കുട്ടികളായിട്ട് വളർന്ന ആളുകളേക്കാരം നേരെ തിരിച്ചു കൊടുക്കും. നല്ല കുട്ടികളായിട്ട് വളർന്ന ആളുകളേക്കാരം നേരെ തിരിച്ചു കൊടുക്കും വരാ. ഇപ്പത്തെ പെണ്ണുങ്ങളെ ഞാൻ അങ്ങനെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുന്നില്ല. പാല് കുടിച്ചു വരും ഉണ്ട്. അപ്പോ നിങ്ങൾ വാങ്ങേണ്ട സംഗതി എന്ന് പറയുന്നത് HSV. ഇങ്ങനത്തെ എല്ലാ ഡിസീസും ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാ. കല്യാണത്തിന്റെ മുന്നേ ആ ടെസ്റ്റ് കൊടന്നിട്ട് കെട്ടിയാൽ മതി. മനസ്സിലാവുണ്ടോ? പെണ്ണിട്ടൂല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ചേഞ്ച് ചെയ്യേണ്ട സാധനം പിന്നെ അല്ലേ തന്നെ പെണ്ണിട്ടില്ല. എന്റെ കല്യാണം കഴിഞ്ഞതാട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അതായത് നമുക്ക് അങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമാക്കുക. അപ്പൊ ഇത്രയും അവയർനെസ് നിങ്ങളെ ഉള്ളിൽ വെക്കുക. ഞാൻ സെക്സ് ചെയ്യണ്ടെന്ന് ഓടിയും പറഞ്ഞിട്ടില്ല. സെക്സ് വേണം, ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് സെക്സ്. നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ കടന്നു കഴിഞ്ഞാൽ സെക്സ് ഇല്ലെങ്കിൽ അതിനെ കൊണ്ട് ഡിവോഴ്സ് ആവുന്ന ആളുകളുണ്ട്. സെക്സ് ഇല്ലാത്തതിനെ കൊണ്ട് ഡിവോഴ്സ് ആവും. കാരണം സെക്സ് വേണം ജീവിതത്തില്. അപ്പൊ സെക്സ് വേണ്ട എന്നല്ല പറഞ്ഞത്, സേഫ് സെക്സ്, സ്മാർട്ട് സെക്സ്. ഈ പ്രായത്തിലുള്ള പൊട്ടത്തരോ എക്സ്പെരിമെന്റ് ഒക്കെ മാറ്റിവെച്ച് മുന്നോട്ട് പോയി നല്ല കുട്ടികളായിട്ട് ജീവിക്കട്ടെ. ജീവിതത്തിൽ എല്ലാവരും സക്സീഡ് ആവട്ടെ.